അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2024 നടന്ന പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. സ്ത്രീ അന്യപുരുഷനോട് സലാം പറയുന്നതിന്റെ വിധി എന്ത്? ഓപ്ഷൻസ്: കറാഹത്ത്, സുന്നത്ത്, ഹറാം. ശരി ഉത്തരം ഹറാം. 2. നിക്കാഹ് എവിടെ വെച്ചാകലാണ് സുന്നത്ത്? ഓപ്ഷൻസ്: പള്ളിയിൽ, മദ്രസയിൽ, വീട്ടിൽ. ശരി ഉത്തരം പള്ളിയിൽ. 3. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ദ. ഓപ്ഷൻസ്: 3 മാസം 10 ദിവസം, 10 മാസവും 4 ദിവസവും, 4 മാസം 10 ദിവസം. ശരി ഉത്തരം 4 മാസം 10 ദിവസം. 4. നഖം, മുടി തുടങ്ങിയവ നീക്കൽ കറാഹത്താണ്. ആർക്ക്? ഓപ്ഷൻസ്: ഉംറ ഉദ്ദേശിച്ചവന്, ഉലൂഹിയത്ത് ഉദ്ദേശിച്ചവന്, ഹജ്ജ് ഉദ്ദേശിച്ചവന്. ശരി ഉത്തരം ഉലൂഹിയത്ത് ഉദ്ദേശിച്ചവന്. 5. 7 തവണ പരിശുദ്ധ കഅബയെ ചുറ്റലാണ്. ഓപ്ഷൻസ്: തൽബിയത്ത്, തവാഫ്, സഹി. ശരി ഉത്തരം തവാഫ്. 6. സക്കാത്ത് നിർബന്ധമില്ലാത്ത മുതൽ. ഓപ്ഷൻസ്: സ്ത്രീയുടെ മുതൽ, പൊതുമുതൽ, കുട്ടിയുടെ മുതൽ. ശരി ഉത്തരം പൊതുമുതൽ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ചേരുംപടി ചേർക്കുക. 7. ഹൈലുള്ളവൾ നോമ്പ് നോൽക്കൽ. 8. കടം കൊടുക്കൽ. 9. സക്കാത്ത് നൽകൽ. 10. തല കുനിച്ച് അഭിവാദനം ചെയ്യൽ. 11. ജനാസ സംസ്കരണം. ഇപ്പുറത്ത് അതിന്റെ വിധികളാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. എ സുന്നത്ത്, ബി കറാഹത്ത്, സി ഫർള് കിഫായ, ഡി ഹറാം, ഇ വാജിബ്. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്റർ നമ്മൾ ആ ബോക്സിൽ എഴുതണം. 7. ഹൈലുള്ളവൾ നോമ്പ് നോൽക്കൽ. ശരി ഉത്തരം ഡി ഹറാം. 8. കടം കൊടുക്കൽ. അതിന് ശരി ഉത്തരം എ സുന്നത്ത്. 9. സക്കാത്ത് നൽകൽ. അതിന് ശരിയായത് ഇ വാജിബ്. 10. തലകുനിച്ച് അഭിവാദനം ചെയ്യൽ. ബി കറാഹത്ത്. 11. ജനാസ സംസ്കരണം. അതിന് ശരിയായത് സി ഫർള് കിഫായ. ഡി എ ഇ ബി സി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക. 12. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാത്തിന ഡേഷ് വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖുർറത അയുനിൻ. 13. അൽഹംദുലില്ലാഹില്ലദി അഹിയാന ഡേഷ് വ ഇലൈഹിൻ നുഷൂർ. അവിടെ പൂരിപ്പിക്കേണ്ടത് ബഅദമാ അമാതന. 14. തെറ്റ് ചെയ്യുന്നവരോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കൽ ഡേഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഫർള് കിഫായ. 15. ഉലൂഹിയത്തിന് പറ്റുന്ന മാടിന് ഡേഷ് വയസ്സുണ്ടാവണം. അവിടെ പൂരിപ്പിക്കേണ്ടത് 2. 16. കടം കൊടുത്താൽ ആ സംഖ്യയുടെ പകുതി ഡേഷ് പ്രതിഫലം ലഭിക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് സ്വതക്ക. 17. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഡേഷ് തലമറയ്ക്കൽ ഹറാമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് പുരുഷൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ നാലാമത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. ഹാജിമാർ അയ്യാമു തശ്രീഖിന്റെ രാവുകളിൽ പാർക്കണം. എവിടെ? ഉത്തരം മിനയിൽ. 19. ഹൈലുള്ളവൾ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ വിധി എന്ത്? ഉത്തരം ഹറാം. 20. സ്വർണത്തിന് സക്കാത്ത് നിർബന്ധമാവാൻ ചുരുങ്ങിയത് എത്ര ഗ്രാം വേണം? ഉത്തരം 85 ഗ്രാം. 21. ഭർത്താവ് മരണപ്പെട്ട ഗർഭിണിയുടെ ഇദ്ദ എപ്പോൾ കഴിയും? ഉത്തരം പ്രസവത്തോടെ. 22. അള്ളാഹു നിരുത്സാഹപ്പെടുത്തിയ കാര്യം ഏത്? ഉത്തരം തൊലാഖ്. 23. എത്രാം ദിവസം അക്കീക്ക അറുക്കലാണ് സുന്നത്ത്? ഉത്തരം 7-ാം ദിവസം. അടുത്ത പ്രവർത്തനം 24. ഏതെല്ലാം വസ്തുക്കളിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത്? ഉത്തരം ആട്, മാട്, ഒട്ടകം, ധാന്യം, ഈത്തപ്പഴം, മുന്തിരി,
സ്വർണം, വെള്ളി എന്നീ 8 വിഭാഗം വസ്തുക്കളിൽ. 25. നോമ്പുകാരന് കറാഹത്തായ കാര്യങ്ങളിൽ 2 എഴുതുക. ഉത്തരം: ഉച്ചയ്ക്കു ശേഷം ബ്രഷ് ചെയ്യുക. ആവശ്യമില്ലാതെ ഭക്ഷണം രുചിച്ചു നോക്കുക. 26. ഹജ്ജിന്റെ വാജിബാത്തുകളിൽ 2 എഴുതുക. ഉത്തരം: ഇഹ്റാം മീഖാത്തിൽ വെച്ചാവുക. മുസ്ദലിഫയിൽ രാപ്പാർക്കുക. 27. ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന സമയമേത്? ഉത്തരം: ഷവ്വാൽ ആദ്യം മുതൽ ദുൽഹിജ്ജ 10 ഫജ്ർ വരെയാണ് ഇഹ്റാമിന്റെ സമയം. 28. നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട ദിക്ർ ഏത്? ഉത്തരം: അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഖുറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. 29. ഉംറയുടെ ഫർളുകൾ എഴുതുക. ഉത്തരം: 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്, 4 മുടി നീക്കം ചെയ്യൽ, 5 തർത്തീബ്. 30. ചോദ്യം: ആരെയാണ് അള്ളാഹു ശപിച്ചത്? ഉത്തരം: പലിശ തിന്നുന്നവനെയും നൽകുന്നവനെയും എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. 31. കടം കൊടുക്കൽ പലിശയാകും എപ്പോൾ? ഉത്തരം: കൂടുതൽ സംഖ്യ തിരിച്ചു നൽകണമെന്ന നിബന്ധന വെച്ച് കടം കൊടുക്കൽ പലിശയാകും. 32. അറവിന്റെ നിബന്ധനകൾ എന്തെല്ലാം? ഉത്തരം: അറവ് നടത്തുന്നവൻ മുസ്ലിമാവുക, അറവിന്റെ സമയം യഥേഷ്ടം ചലിക്കാനുള്ള ജീവനുണ്ടാവുക, അറക്കാൻ ഉപയോഗിക്കുന്ന ആയുധം മൂർച്ചയുള്ളതാവുക, ശ്വാസനാളവും അന്നനാളവും മുഴുവനും മുറിക്കുക തുടങ്ങിയവ. 33. ഉലൂഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ ഏതെല്ലാം? അവയുടെ വയസ്സും എഴുതുക. ഉത്തരം: 1 വയസ്സുള്ള നെയ്യാട്, 2 വയസ്സുള്ള കോലാട്, 2 വയസ്സുള്ള മാട്, 5 വയസ്സുള്ള ഒട്ടകം എന്നിവ. 34. വിവാഹമോചനം നേടാനുള്ള മാർഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: തലാഖ്, ഖുൽഅ്, ഫസ്ഖ്. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. ഉലൂഹിയ്യത്ത് അതിനെക്കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതണം. അതിന്റെ ഉത്തരം നോക്കൂ. ഉലൂഹിയ്യത്ത്: കഴിവുള്ള എല്ലാ മുക്കല്ലഫിനും മുഅക്കദായ സുന്നത്താണിത്. നേർച്ചയാക്കിയാൽ ഇത് നിർബന്ധമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബലിപെരുന്നാൾ ദിനത്തിൽ ഉലൂഹിയ്യത്ത് അറവിനേക്കാൾ പ്രതിഫലാർഹമായ മറ്റൊരു പ്രത്യേക കർമ്മവും മനുഷ്യന് ചെയ്യാനില്ല. 1 വയസ്സുള്ള നെയ്യാട്, 2 വയസ്സുള്ള കോലാട്, 2 വയസ്സുള്ള മാട്, 5 വയസ്സുള്ള ഒട്ടകം എന്നിവയാണ് ഉലൂഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ. ബലിമൃഗത്തിന് മാംസത്തെ കുറവ് വരുത്തുന്ന ന്യൂനതകളുണ്ടാവാൻ പാടില്ല. ചെവി, അകിട്, നാവ് പോലുള്ളവ മുറിച്ചു മാറ്റിയത് ഉലൂഹിയ്യത്തിന് പറ്റില്ല. ഭ്രാന്ത്, മുടന്ത്, അന്ധത, തീവ്രരോഗം, ചൊറി എന്നിവയുള്ളതും പല്ലുകൾ മുഴുവൻ കൊഴിഞ്ഞതും ഗർഭമുള്ള മൃഗവും ഉലൂഹിയ്യത്തിന് യോഗ്യമല്ല. ദുൽഹിജ്ജ 10 സൂര്യൻ ഉദിച്ച ശേഷം 2 റക്അത്ത് നിസ്കാരത്തിനും 2 ഖുത്ബയ്ക്കും ആവശ്യമായ സമയം കഴിഞ്ഞതു മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെയാണ് ഉലൂഹിയ്യത്തിന്റെ സമയം. അറവ് നടത്തുന്ന സമയത്തോ ഉലൂഹിയ്യത്തിന് വേണ്ടി നിർണയിക്കുമ്പോഴോ നിയ്യത്ത് ചെയ്യണം. സുന്നത്തായ ഉലൂഹിയ്യത്തിനെ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത്. ഉലൂഹിയ്യത്ത് അറവ് നടത്താനും നിയ്യത്ത് ചെയ്യാനും മുസ്ലിമായ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. അതിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ: സക്കാത്തിന്റെ സാമൂഹ്യ നേട്ടങ്ങൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ എഴുതണം. അതിന്റെ ഉത്തരം നോക്കൂ. സക്കാത്ത് ശരിയായ രീതിയിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ദാരിദ്ര്യമോ സാമ്പത്തിക മാന്ദ്യമോ ഉണ്ടാവുകയില്ല. ശുദ്ധീകരണം എന്നാണ് സക്കാത്തിന്റെ ഭാഷാർത്ഥം. സമ്പത്തിനെയും മനസ്സിനെയും പ്രവർത്തനങ്ങളെയും അത് ശുദ്ധീകരിക്കുന്നു. സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പും ഉണ്ടാക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുകയും സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. യാചന പോലുള്ള കുറ്റകൃത്യങ്ങളെ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്
അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.